പൂരം പൊടി പൂരം ആനയടിപ്പൂരം പൂരങ്ങളിൽ പൂരം ആനയടിപ്പൂരം ആനയടിപ്പൂര പെരുമയിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, യാത്രാവണ്ടിയിൽ നിന്നും നിസാമാണ്. ഇന്ന് ആനേടിയിലാണുള്ളത്. കൊല്ലം ജില്ലയിലെ ആനേടി. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. ആനേടി ഗജമേള, ആനേടി പൂരം ഒന്ന് കാണാനായിട്ട് എത്തിയതാണ്. ആനേടി പൂരം നടക്കുന്ന, ഗജമേള നടക്കുന്ന പ്രദേശത്തേക്കുള്ള വഴിയാണ്. ഇതൊരു വഴിയാണ്. അമ്പലത്തിൻ്റെ അതിലേക്കൂടെയും നമുക്ക് ഗജമേള നടക്കുന്ന ഭാഗത്തേക്ക് പോകാം. ആനകളെല്ലാം അമ്പലത്തിൽ വന്ന് പ്രദർശനം ചെയ്ത് വണങ്ങി ആ പൂരപ്പറമ്പിലേക്ക് പോവുകയാണ് പതിവ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളിലോട്ടൊക്കെ പോകാം. അമ്പലത്തിലേക്ക് പോകുന്ന വഴി ധാരാളം കച്ചവടക്കാരാണുള്ളത്. ബജിക്കടയും അതുപോലെ ജ്യൂസും ഐസ്ക്രീമും ഒക്കെ, അങ്ങനെ നിരവധി കച്ചവടക്കാരുണ്ട്. നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആനകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ധാരാളം ആളുകളാണ് ഈ ഭാഗത്ത് കൂടിയിരിക്കുന്നത്. പോലീസുകാരും അതുപോലെ എലിഫൻറ്റ് സ്ക്വാഡിൻ്റെ ഒക്കെ ആൾക്കാർ ഈ ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ ഈ അമ്പലത്തിലേക്ക് ആന വരുന്നതിൻ്റെ ആ കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കുറച്ച് നേരം കണ്ടു നോക്കാം. കൊല്ലം ജില്ലയിലെ ശൂരനാട് വടക്ക് പഞ്ചായത്തിലെ ആനേടി എന്ന സ്ഥലത്താണ് പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഉഗ്രമൂർത്തിയായ നരസിംഹസ്വാമിയാണ്. എന്നാൽ മഹാവിഷ്ണു ബിംബത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ. ആനേടി തേവർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഉത്സവത്തിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. പൂരത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം. ഉത്സവത്തെക്കുറിച്ച് കൂടുതൽ പറയുമ്പോൾ 100-ൽ പരം ഗജവീരന്മാരുടെ അകമ്പടിയോട് കൂടിയ ഗജമേള നടത്തണമെന്ന് ഉണ്ടെങ്കിലും ഇതുവരെ അത് നടന്നിട്ടില്ല. അങ്ങനെ ഉണ്ടായാൽ ക്ഷേത്രത്തിന് മുമ്പ് നഷ്ടപ്പെട്ട സ്വർണ്ണ കൊടിമരം തിരിച്ചു കെട്ടുമെന്നാണ് ദേവപ്രശ്നത്തിൽ കണ്ടത്. ഇതുവരെ 98 ഗജവീരന്മാരെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. മകരമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം നാൾ വരെയുള്ള 10 ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ ഈ ഉത്സവം നടക്കുന്നത്. തിരുവോണ ദിവസമാണ് ആറാട്ട്. ഒരേ വരിയിൽ നിരനിരയായി ഗജവീരന്മാർ അണിഞ്ഞൊരുങ്ങി അണിനിരക്കുന്ന ഗജമേള, അതായത് ആനയടി പൂരം ഉത്സവത്തിൻ്റെ 10ാം നാളാണ്. സ്വദേശത്ത് നിന്നും വിദേശത്ത് നിന്നുമുള്ള 10,000-ങ്ങളാണ് ഈ പൂരം കാണാൻ ആനയടിയിലേക്ക് ഒഴുകിയെത്തുന്നത്. പൂരം പൊടി പൂരം ആനയടിപ്പൂരം പൂരങ്ങളിൽ പൂരം ആനയടിപ്പൂരം. കൊല്ലം ശാസ്താംകോട്ടയിൽ നിന്ന് 9 കിലോമീറ്ററും കായംകുളം പുനലൂർ റോഡിൽ ചാരുമൂട്ടിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരവുമാണ് ആനേടിയിലേക്കുള്ളത്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനാണ്. മറ്റ് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ കായംകുളവും കരുനാഗപ്പള്ളിയുമാണ്. അങ്ങനെ ഗജവീരന്മാർ ഓരോന്നായി ഇങ്ങനെ അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിന് മുന്നിലേക്ക് എത്തുമ്പോൾ അവിടെ എലിഫൻറ്റ് സ്ക്വാഡിൻ്റെ ആൾക്കാരുണ്ട്. അവർ ആനയുടെ ലൈസൻസും അതിൻ്റെ ഫിറ്റ്നസ്സും മറ്റും പരിശോധിച്ചതിന് ശേഷമാണ് കടത്തിവിടുന്നത്. അപ്പോൾ ഈ ആനകൾ വന്ന് അമ്പലത്തിന് മുന്നിൽ തൊഴുത് അമ്പലം വലം ചുറ്റിയാണ് ഈ പൂരപ്പറമ്പിലേക്ക് പോകുന്നത്. ഓരോരുത്തരുടെയും നേർച്ചയായിട്ടാണ് ഈ ആനകളെ ഇവിടേക്ക് എഴുന്നള്ളിക്കുന്നത്. ഇന്ന് ഏതാണ്ട് 60ഓളം ആനകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവയെല്ലാം കൂടി ആ പൂരപ്പറമ്പിൽ നിരന്നു നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. പഞ്ചാരി മേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ഓരോ ആനയെയും സ്വീകരിച്ച് ആ പൂരപ്പറമ്പിലേക്ക് എത്തിക്കുന്നു. ഈ ആനയെ ഈ പൂരപ്പറമ്പിലേക്ക് വരവേൽക്കുന്നത് പ്രത്യേകമായിട്ടുള്ള ഒരു
അനൗൺസ്മെൻറ്റിൻ്റെ അകമ്പടിയോടെയാണ്. അത് ഒന്ന് കേൾക്കേണ്ടതാണ്. അതെല്ലാം പിന്നാലെ വരുന്നുണ്ട്, നിങ്ങൾ കാണുക. ഇതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള കെട്ടുകാഴ്ചകളുമൊക്കെ അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഉത്സവത്തിൻ്റെ ആവേശം, ആ ശബ്ദം നമുക്ക് ലൈവായിട്ടൊന്ന് ആസ്വദിക്കാം. ഒന്നല്ലൊരൊറ്റല്ല നൂറോളം കൊമ്പന്മാരൊന്നിച്ചു നിൽക്കണ പൂരം. ഒന്നല്ലൊരൊറ്റല്ല നൂറോളം കൊമ്പന്മാരൊന്നിച്ചു നിൽക്കണ പൂരം. കൊമ്പൊന്നുയർത്തി വമ്പൊന്നു കാട്ടി കൊമ്പന്മാർ നിൽക്കണ പൂരം. കൊമ്പൊന്നുയർത്തി വമ്പൊന്നു കാട്ടി കൊമ്പന്മാർ നിൽക്കണ പൂരം. നാട്ടിൽ മുഴുക്കയും കാൽച്ചങ്ങല താളം മുഴങ്ങുന്ന പൂരം. നാട്ടിൽ മുഴുക്കയും കാൽച്ചങ്ങല താളം മുഴങ്ങുന്ന പൂരം. പൂരം പൊടി പൂരം ആനയടിപ്പൂരം. പൂരങ്ങളിൽ പൂരം ആനയടിപ്പൂരം. ആനപ്രേമികളെ കൊണ്ട് പൂരപ്പറമ്പാകെ നിറഞ്ഞിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആനപ്രേമികളാണ് ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഈ ആനയെ വരവേൽക്കുന്ന അനൗൺസ്മെൻ്റൊക്കെ ഒന്ന് കേട്ടു നോക്കാം. ചരിത്രം രചിച്ച ഗജപ്പിറവികൾ പിറവികൊണ്ട വടക്കൻ മഴക്കാട്ടിൽ ആന കേരളത്തിനായി അവതാരമെടുത്തവൻ. സവിശേഷതകളുടെ നിറകുടമായി പൂരം കൂടുവാൻ എഴുന്നള്ളി വന്നവൻ. പെരുമയാർന്ന ശീലങ്ങളും തികവിന്റെ ശാന്തതയും തന്നോട് ചേർത്ത ഗജരാജവിസ്മയം. കടന്നു വരികയാണവൻ, ഗജരാജ ശ്രേഷ്ഠൻ പനക്കൽ നന്ദൻ. ആവേശം അലയടിക്കുന്ന ആനയുടെ തേവരുടെ തിരുമുന്നിൽ അഴകിന്റെ വസന്തം തീർക്കുവാനിതാ സേതുലക്ഷ്മി സന്ദീപ് ലക്ഷ്മി ഭവനം താമരക്കുളത്തിന്റെ വഴിപാടായി ഒരു ചങ്ങനാശ്ശേരിക്കാരന്റെ വരവ്. മാടപ്പള്ളിൽ ഭഗവതിയുടെ മാനസപുത്രന്റെ വരവ്. സുന്ദര കില്ലാടി വിഷ്ണുലോകം രാജസേനൻ. അതെ, യോഗ്യതകളുടെ തികവിലേക്ക് ഒന്നാം നിര കൂട്ടാനയായി എഴുന്നള്ളി നിൽക്കുവാൻ കഴിവുള്ളവൻ. പുതിയ വിസ്മയങ്ങളുടെ ഇടനാഴിയിൽ താരസൂര്യന്റെ വീരപ്രഭ ചൂടുന്ന തമ്പുരാൻ. പൂരങ്ങളുടെ പൂരത്തിന് വരെ അലങ്കാരത്തിന്റെ പാദമുദ്ര പതിപ്പിച്ചവൻ. വിഷ്ണുലോകം രാജസേനനം സാരഥിമാർഗം. ആനയടി പെരുമയിലേക്ക് സ്വാഗതം, സുസ്വാഗതം. മണ്ണിൽ പിറന്ന വീരന്മാരിൽ മാതംഗ പെരുമയുടെ ഇല്ല പെരുമകട്ടവൻ. സുരേഷ് കുമാർ പടിപ്പുരക്കൽ കിഴക്ക് താമാക്കുളം സമർപ്പിക്കുന്ന വഴിപാടായി കടന്നു വരികയാണ് ഗജരാജൻ പടിഞ്ഞാറേ മഠം ശങ്കരൻ.
പ്രൗഢഗംഭീരമാകുന്ന ആനയടിയിൽ ഇന്ന് പൊൻപൂരമാകുമ്പോൾ ഈ പുണ്യഭൂമിയിലേക്ക് ഇതാ ആലപ്പുഴയുടെ ആനപ്പെരുമയ്ക്ക് മഹിമയും പെരുമയും ചേർത്ത് നിലകൊള്ളുന്ന ഗജമികവിന്റെ താരകം പടിഞ്ഞാറേ മഠം ശംഭുരനും സാരഥിമാർക്കും ആനയടി പൂരത്തിലേക്ക് സ്വാഗതം. പ്രൗഢഗംഭീരമാകുന്ന ആനയടിയിൽ ഇന്ന് പൊൻപൂരമാകുമ്പോൾ ആലപ്പുഴയുടെ ഗജപ്പെരുമയുമായിട്ട് ഇതാ ഇവിടെയുണ്ടവനും. അതെ, ഇവൻ ഒരു പിടി സൗഭാഗ്യങ്ങളുമായി ഇത്തവണയും ഇവിടെ വന്നു ചേർന്നവൻ ഗജമുഖ ഭീമൻ കുളമാക്കിൽ പാർത്ഥസാരഥി. അതെ, ആലപ്പുഴയിലേക്ക് വന്ന നാൾ മുതൽ ആവേശമോടെ വഴി നടത്തുന്ന പ്രിയ സാരഥി മാരാരിക്കുളം രജിയുടെ കൈയും പിടിച്ചുകൊണ്ട് വീണ്ടും ഒരു ആനയടി പൂരം കൂടുവാൻ വരികയാണവൻ. ദേശനാഥനായ തിരുവൈക്കത്തപ്പന്റെ കൊടിയ തെരയിപ്പുമായി തിരുവൈക്കം മുഴുവൻ നിറഞ്ഞു നിന്നവൻ. സന്ധ്യാവേളയുടെ സുദിനം മുതൽ വൈക്കത്തിന്റെ പെരുമയിൽ അണിചേർന്നവൻ. സർവാലങ്കാര വിഭൂഷിതനായ തിരുവൈക്കത്തപ്പനെ ശിരസിലേറ്റി തന്റെ പെരുമയൂട്ടിയുറപ്പിച്ചവൻ. പതിവ് പോലെ വൈക്കത്തഷ്ടമിയുടെ മഹിമയിൽ നിറഞ്ഞു നിന്നവൻ ഇവൻ. പതിവിന്റെ പ്രൗഢിയിൽ ഒരുങ്ങുന്ന ആനയുടെ ഗതമികവിന്റെ മിന്നും താരം. കലബൂരിന്റെ മണ്ണിലെ കരുത്തുറ്റ ഗതരൂപമായ ആലപ്പുഴയുടെ ആനപ്പെരുമ ചൂടുന്നവൻ. അറിഞ്ഞു സ്വീകരിച്ച നാട്ടിലെല്ലാം ആവേശത്തിന്റെ ഉത്സവമേളം സമ്മാനിച്ച ചരിത്രമുള്ളവൻ. ഗണേശനോടും രാധയോടും ഒന്നിച്ചു വാഴുന്ന കുളമാക്കിലെ വല്യാന ഗജമുഖ ഭീമൻ. കുളമാക്കിൽ പാർത്ഥസാരഥിക്കും സാരഥിമാർഗം ആനയടി പൂര പെരുമയിലേക്ക് സ്വാഗതം, സുസ്വാഗതം. പൂരപ്പറമ്പാകെ നിറഞ്ഞിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആനപ്രേമികളാണ് ഈ പൂരപ്പറമ്പിൽ നിറഞ്ഞിരിക്കുന്നത്. നിരവധി പോലീസുകാരും ഫയർഫോഴ്സ് അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ ഇവിടെയെല്ലാം സുരക്ഷയൊരുക്കി എല്ലാ ഭാഗത്തും നിൽക്കുന്നുണ്ട്. വിവിധതരം കച്ചവടക്കാരും ഈ ഭാഗങ്ങളിലെല്ലാം എത്തിയിട്ടുണ്ട്. ആനകളങ്ങനെ പൂരപ്പറമ്പിൽ അങ്ങനെ നിരന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചാനകളെ ഇതുവരെ എത്തിയിട്ടുള്ളൂ. ഇനി കുറേ ഏറെ ആനകൾ എത്താനുണ്ട്. അപ്പോൾ സന്ധ്യ മയങ്ങുമ്പോഴേക്കും ഈ പൂരപ്പറമ്പിൽ ആനകളെ കൊണ്ട് നിറയുന്നതായിരിക്കും. തമ്പുരാൻ വിശ്വവീര ചക്രവർത്തി കനകന്മാർക്കാവ് കാളിദാസനും സാരഥിമാർക്കും ആനയടി പൂരപ്പെരുമയിലേക്ക് സ്വാഗതം. ആഘോഷത്തിന്റെ പുതുവസന്തം നിറച്ചുകൊണ്ട് വീണ്ടും ഒരു മഹോത്സവകാലം. അതെ, ഇവൻ പൂരങ്ങളായ പൂരങ്ങളും ഉത്സവങ്ങളും ആഘോഷങ്ങളും തന്റെ ഗതസൗന്ദര്യം കൊണ്ട് അടക്കി ഭരിക്കുവാൻ ഒരുങ്ങുന്നവൻ. ചരിത്രമിറങ്ങുന്ന വേണാട് നാടിന്റെ അഭിമാന താരകം ആനന്ദ ഭൈരവനാഥപ്രിയൻ വേണാട് ആദികേശവൻ. തെക്കൻ മലയാളത്തിന്റെ വീറും വാശിയും ആന കേരളത്തിൽ നിറനിറയ്ക്കുവാൻ വിഭജന സമിതി കുതിര ചാടിക്കും വിളയിത ആനയടി തമ്പുരാന്റെ മണ്ണിലേക്ക് കൊണ്ടുവരികയാണവര്. മറുനാട്ടിൽ പിറന്ന മലയാള നാട്ടിലെത്തി മഹിമകൾ അകമ്പടിയാക്കി വളർന്ന വീരനായകൻ. കാലത്തിന്റെ ഇടനാഴിയിൽ ആർക്കു മുന്നിലും അടിയറവ് വയ്ക്കാത്ത ചങ്കൂറ്റം കൊണ്ട് ചരിത്രം കുറിച്ചിട്ടവൻ.
പോരാട്ടത്തിന്റെ വേദികൾ തനിക്ക് പുതുമയല്ലെന്നും നേടാൻ ഉറച്ചു ചുവട് വച്ചാൽ നേടിയെടുത്തേ മടങ്ങൂ എന്നും വാശിയുള്ളവൻ. അതെ, ആഘോഷത്തിന്റെ പുതിയ പൂരക്കാലം കടന്നു വരുമ്പോൾ അനന്തപുരിയുടെ വീറും വാശിയും എന്തെന്ന് കാണിക്കുവാൻ നെഞ്ചും വിരിച്ചു കടന്നു വരികയാണവൻ. യുവജന സമിതി കുതിര ചാടിക്കും വിളയുടെ നായകൻ ആലത്തൂർ അസുരന്റെ കയ്യും പിടിച്ച് ഇതാ ഈ പുണ്യഭൂമിയിലേക്ക് ആലത്തൂർ അഫ്സലിന്റെ കയ്യും പിടിച്ചു വരുന്നു. ആനന്ദ ഭൈരവനാഥപ്രിയൻ വേണാട് ആദികേശവൻ. ഇതാ ഒരു നായകനും വരവായി കൂട്ടരെ. ആരെങ്കിലും ആരെല്ലാം അണിനിരന്നാലും ഏതെല്ലാം അവതാരങ്ങൾ ഉണ്ടായാലും തോമയിൽ കൂട്ടത്തിൽ ഒരു നായകൻ മാത്രം. തോമയിൽ കൂട്ടം കൈവിടാത്ത, തോമയിൽ കൂട്ടത്തിനെ കൈവിടാത്ത ഒരേ ഒരു നായകൻ, അഴകിന്റെ അവസാന വാക്കും ഐശ്വര്യത്തിന്റെ മുഖശ്രീയുമായ നായകൻ, ഈ ഭരാത മലയാളത്തിലെ ഇതിഹാസ തുല്യമായ ചരിത്രമുള്ള നായകൻ. ഇവൻ അഴകിന്റെ മഴവിൽ കാവടി, ഇവൻ തിരുവിതാംകൂറിന്റെ ഗജശ്രേഷ്ഠൻ, ഇവൻ ഇതിഹാസത്തിലെ ഐരാവതേശവൻ, ഒരേ ഒരു സൗഖ്യസുന്ദര ഗന്ധർവൻ, ഗജരാജരത്നം കളഭകേസരി, ഈ ഏറ്റുപേട്ട അയ്യപ്പൻ. സഖ്യ സൗന്ദര്യത്തിന്റെ തനത് മൂർത്തി ഭാവങ്ങളെ തന്റെ വേദിയിൽ ആവാഹിച്ച് കുടിയിരുത്തി അഴകിന്റെ നേർരൂപം വരുന്നു. തനിക്കുതാൻ പോകുന്ന വേദികളിൽ മാത്രം അവതാരം കൊണ്ട് തെക്കൻ കേരളത്തിന്റെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയവൻ. അതെ, ആനയടി പൂരത്തിലേക്ക് ഇതാ ഈ പൂരാവേശത്തിലേക്ക് നാടൻ ആനച്ചന്തം പകരുവാൻ നടയമരങ്ങൾ ഉറപ്പിച്ചു വരികയാണവൻ. ശ്രീ മഹാദേവന്റെ പ്രിയനായ താമരക്കുടിയിൽ വരുന്ന താരനായകൻ ഗജപത്മരാജ വിരാടിയാർ താമരക്കുടി വിജയൻ. താരങ്ങളെ ഊട്ടി വളർത്തിയ തൃശൂരിന്റെ മണ്ണിൽ തങ്കത്തിളക്കത്തിന്റെ പൊൻപ്രഭ നിറയ്ക്കുവാൻ വരികയാണ്. വടക്കൻ മണ്ണിൽ ജനിച്ച് മലയാള ഭൂമിയിലെത്തി പൂരങ്ങളുടെ പ്രൗഢികാത്തവൻ ഇതാ വന്നു ചേരുകയാണ്. മയ്യനാടിന്റെ നാമം ഇന്നാന കേരളത്തിൽ മുഴക്കുന്ന ചക്രവർത്തി ഗജരാജ മാണിക്യ കുലപതി മയ്യനാട് അരുണിമ പാർത്ഥസാരഥി വരികയാണ്. ആമ്പാടിയിൽ നിന്നൊരു കരിവീര തേജസ്. അതെ, ആമ്പാടിയുടെ വീരനായകൻ ഇതാ ആനയടി പൂര പെരുമയിലേക്ക് വരികയാണ്. ആമ്പാടി മഹാദേവൻ വരികയാണ്. ഇതാ ഈ പുണ്യഭൂമിയിലേക്ക് വന്നു ചേരുന്നു. പ്രിയ സാരഥിമാരുടെ കയ്യം പിടിച്ച് ആണുങ്ങളിൽ ആണുങ്ങൾ പിറന്ന വടക്കൻ കാടിന്റെ മടിത്തട്ടിൽ നിന്നും ചെറുപ്രായത്തിന്റെ ചോരത്തിളപ്പുമായി മലയാള മണ്ണിലേക്ക് എത്തിയവൻ ആമ്പാടി മഹാദേവനും സാരഥിമാർക്കും ആനയടി പൂര പെരുമയിലേക്ക് സ്വാഗതം. ഉഗ്രപ്രതാപികൾ അടക്കി വാഴുന്ന ഉണ്ണിമങ്ങാടിന്റെ മണ്ണിലെ എണ്ണം പറഞ്ഞവൻ കടന്നു വരുന്നു. ആനങ്ങൾ അരങ്ങു വാഴുന്ന മണ്ണിലെ മാതംഗ സൗകുമാര്യം മാതംഗ ശ്രേഷ്ഠ അഞ്ചീശ്വര പ്രിയൻ ഉണ്ണിമങ്ങാട് കണ്ണൻ. കുളമാക്കിൽ തറവാട്ടിൽ നിന്നും വരികയാണ് ഒരു കരിവീര തേജസ്. അതെ, കുളമാക്കിൽ പാർത്ഥസാരഥിയോടൊപ്പം അരങ്ങു വാഴുന്ന കരിവീര തേജസ്. കുളമാക്കിൽ ഗണേശൻ വരികയാണ്. തന്റെ വീഥികളിൽ എന്നും കാവലായിട്ടുള്ള സാരഥി വയനാടൻ കുഞ്ഞുമോന്റെ കയ്യും പിടിച്ചുകൊണ്ടിതാ വരികയാണവൻ. ഉത്തര വനാന്തര ഭൂമിയുടെ ഹൃദയ സീമയിൽ നിന്നും ആലപ്പുഴയുടെ കടലോരത്തേക്ക് ആവേശപ്പെരുമയായി കടന്നു വന്നവൻ. കുളവാക്കിൽ ഗണേശനും സാരഥിമാർക്കും ആനയടി പൂരത്തിലേക്ക് സ്വാഗതം. മാധവൻകുട്ടിയുടെ വരവ്. ആമ്പാടിയിൽ നിന്നും വരികയാണ് മാധവൻകുട്ടി. ഗജരാജ പെരുമ നിറയുന്ന ആനയടി പൂര പെരുമയിലേക്ക് ഇതാ ആമ്പാടിയുടെ മടിത്തട്ടിൽ നിന്നും കോടി കോടി അഴകുമായി പൂരപ്പറമ്പുകൾ സ്വീകരിച്ച ആമ്പാടി മാധവൻകുട്ടിക്കും സ്വാഗതം. ഉത്സവാഘോഷത്തിന്റെ ആവേശം ഒരു നാടിനെ ഒന്നാകെ പരകോടിയിൽ എത്തിച്ചു നിർത്തുമ്പോൾ ഇനി ഇതാ വീരപ്രതാപിയായി വരികയാണ് ഒരുവൻ. അക്ഷരനഗരിയുടെ ആൻപരന്നവൻ ഗജശ്രേഷ്ഠൻ ഉണ്ണിപ്പിള്ളിൽ ഗണേശൻ. ഇളം വെള്ളൂർ കൊച്ചു ഗണേശൻ.
ഉണ്ണിയപ്പത്തിന് പ്രിയമേറുന്ന നാട്ടിൽ ഉണ്ണി ഗണപതി വാഴുന്ന മണ്ണിൽ സുന്ദര നിമിഷങ്ങൾ സമ്മാനിച്ചു വാഴുന്നവൻ കൊട്ടാരക്കരയുടെ മാനസപുത്രൻ മന്ത്രികുമാരൻ യുവരാജാവ് കീഴൂട്ട് ശ്രീകണ്ഠൻ. അതെ, ഭക്തപ്രഹ്ലാദൻ വൻസുമുക്കിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിത ആനയടിയിൽ ചരിത്രം രചിക്കുവാൻ വരികയാണ് യുവരാജാവ്. സുഖസിദ്ധമായ ശൈലികളുടെ ആനപ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയ ഉത്തമ യുവരാജൻ. തമിഴക മഹിമയുടെ നിലക്കാത്ത സൗന്ദര്യവും പേര് പിറവികൊണ്ടവൻ. ആനകൾ അനവധി അരങ്ങുവാഴുന്ന കീഴൂട്ട് തറവാട്ടിലെ ഇന്നത്തെ തമ്പുരാൻ സാക്ഷാൽ കീഴൂട്ട് വിശ്വനാഥനോടൊപ്പം കൊട്ടാരക്കരയുടെ മണ്ണടക്കി ഭരിക്കുന്നവൻ. ഭക്തപ്രഹ്ലാദ വഞ്ചിമുക്ക് ഭഗവാനായി സമ്മാനിക്കുന്ന പൂർണ്ണതയുടെ നേതൃത്വം മന്ത്രികുമാരൻ കീഴൂട്ട് ശ്രീകണ്ഠൻ. ഒരുമിച്ച് കാണാൻ കാത്തിരുന്നവരുടെ മുന്നിലേക്കിതാ കതിരവന്മാരെ വരെ അസൂയപ്പെടുത്തുന്ന പൊന്നിൻ പ്രഭയോട് കടന്നു വരുന്നു ശ്രീകണ്ഠൻ. മലയാള മണ്ണിന്റെ മഹിമയ്ക്ക് മഹോദരമാകുന്ന അഴകുകൊണ്ട് കിരീടം ചൂടിക്കുവാൻ അതിർത്തിക്കാടിൽ പിറന്നുവന്നു. തമിഴക പെരുമയിൽ നിന്നും മലയാള മഹിമയിലേക്ക് ചുവടുവെച്ചുവെന്ന ചരിത്രം തന്റെ പേരിൽ കുറിച്ചവൻ. കീഴൂട്ട് ശ്രീ ബാലകൃഷ്ണപിള്ളിയുടെ ആരോപണമുണ്ടിയായി രാഷ്ട്രീയ കേരളത്തിന്റെ വീരിമാറിലും ചർച്ചയ്ക്കിടം നേടിയവൻ. കഥകളിക്ക് കളിവിളക്ക് കൊളുത്തിയ മണ്ണിൽ ഉണ്ണിയപ്പത്തിന്റെ മാധുര്യം പേറുന്ന പുണ്യഭൂമിയിൽ കൊട്ടാരക്കരക്കാരനായി വളർന്ന കൊട്ടാരക്കരയ്ക്ക് കീർത്തിയായി മാറിയ യുവരാജൻ. വളർച്ചയുടെ പടവുകളിൽ തുണയായി കൊട്ടാരക്കര ഗണപതി കാവൽ നിൽക്കുന്ന ഭാവി വാഗ്ദാനം. ബാല്യകൗമാരത്തിന്റെ കാലത്തു തന്നെ പ്രൗഢിയുടെ പുറപ്പാട് തെളിയിച്ചവന്റെ വരവ്. ആണത്തം വാക്കിലല്ല വാക്കുതെറ്റാത്ത കാന്തിയിലാണെന്ന് കാണിച്ചു കൊടുത്തവന്റെ വരവ്. ഭക്തപ്രഹ്ലാദ വഞ്ചിമുക്കിന്റെ നായകൻ ഗജകുമാരൻ കീഴൂട്ട് ശ്രീകണ്ഠ. നിലക്കം നിന്ന സാരഥി മാർഗം ആനയടി പൂരപ്പെരുമയിലേക്ക് സ്വാഗതം. അതെ, ആനകളിൽ അഴകേഴുന്ന വീരന്മാർ പിറന്ന മണ്ണിൽ നിന്നും ആന കേരളത്തിന്റെ തെക്കൻ തട്ടകം ഭരിക്കാൻ പിറവികൊണ്ടവനും വരുന്നു. ഒട്ടും മടിക്കാത്ത നെഞ്ചോട് ചേർത്ത് മീനാട് സിന്ധുമോൾ ഗ്രൂപ്പിന്റെ കുട്ടിയാണ് യുവരാജകുമാരൻ മീനാട് കേശു. ആനയടി തമ്പുരാന്റെ ആരോമൽ പുത്രനായി പിറന്നവൻ വന്നു ചേരുന്നു. ഇവ ആനയടി തമ്പുരാന് ശിരസിൽ പീഠമൊരുക്കി വന്നെത്തി പെരുമാളെ പൊന്നോമനെ അവതരിക്കുന്നു. ഇവൻ ആനയടിക്കാരുടെ സ്വന്തം, ആനയടി ദേവരുടെ സ്വന്തം നരസിംഹപ്രിയൻ ആനയടി ദേവസ്വം. അപ്പോ അത് ആർക്കെന്ന പുരുഷാരം സാക്ഷിയാകുമ്പോൾ പ്രായത്തിന്റെയും മണിയറിവിന്റെയും ഒന്നാമനായി സാരഥി ഹരിപ്പാട് വിജയേന്ദ്രന്റെ കയ്യും പിടിച്ചുകൊണ്ടിത തന്റെ നാഥനെ ശിരസിൽ എഴുന്നള്ളിച്ചു വരികയാണപ്പോൾ നിയോഗത്തിന്റെ നായകത്വം വഹിക്കുവാൻ നരസിംഹസ്വാമി തെരഞ്ഞെടുത്ത ഉത്തമ പീഠമായപ്പോൾ അഴകിന്റെ ആവനാഴി ആവേശമായി അണിഞ്ഞ ആന കേരളത്തിന്റെ പുതുനിറയിലേക്ക് കടന്നു വന്ന അതേ അപ്പ് വരികയാണ്. എവിടെ തന്റെ പാദം പതിയുന്നതോ അവിടം നരസിംഹശോഭയാൽ നിറയ്ക്കുന്ന നരസിംഹദാസനായപ്പോൾ നാട് വാഴുവാൻ താൻ ഇവിടെയുണ്ടെന്ന് താരമൂല്യം കൊണ്ട് തെളിയിച്ചത കടന്നു വരികയാണ്. ആനയടിയപ്പോൾ നരസിംഹപ്രിയൻ ആനയടി ദേവസ്വം. അപ്പോൾ തന്റെ ദേവന്റെ മഹോത്സവത്തിൽ തന്റെ ഭഗവാനെ ശിരസിലേറ്റി തന്റെ കർത്തവ്യത്തിൽ എത്തി പിരിച്ചു നിൽക്കുന്ന ഇവിടെ നായകനായി നിൽക്കുവാൻ ഈ പുണ്യഭൂമിയിലേക്ക് വരികയാണ് ആനയടി ദേവസ്വം. അപ്പോൾ പടയും പടയാളികളും പടക്കളങ്ങളും ഒരുങ്ങിയെത്തി ഇതാ എഴുന്നള്ളി വരികയാണ് രാജാവ്, ഈ മണ്ണിന്റെ രാജാവ്. 100
സാക്ഷാൽ നരസിംഹപ്രിയൻ ആലയടി ദേവസ്വം അപ്പോൾ വെളിയം രാജുവിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് പൂരങ്ങളെ നെഞ്ചോട് ചേർത്ത് ആന കേരളത്തിൽ ഉത്തമ സ്ഥാനം നേടിയവൻ. പൂരങ്ങളുടെ പൂരത്തിന് പേരും പെരുമയും പകർന്ന് ഇത്തവണയും തിരുവമ്പാടിക്കായി എഴുന്നള്ളി നിന്ന കൂട്ടാണ് പൂരനഗരിയുടെ പതിവുകാരനായ തെക്കൻ തമ്പുരാൻ കാളിപ്രിയ ഗജരത്നം ഗജശൃംഖൻ തടപ്പാവള രാജശേഖരൻ. കോടയുണ്ട് ഭഗവാനം ഇടം കൂട്ടായി ഗതമഹിമ കൊണ്ടും ചരിത്ര പെരുമ കൊണ്ടും നേടിയെടുത്ത തിരുവല്ലയുടെ താരത്തമ്പുരാൻ സാരഥി തെങ്ങണ വിധുവിന്റെ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ആണികളി പൂരം കൂടുവാൻ വന്നു ചേരുന്നു. കന്നഡ നാടിന്റെ സൗന്ദര്യ മഹിമയും പേറി തുലാമഴ പെയ്യുന്ന മലയാള പെരുമയിൽ കാലുകുത്തിയവൻ. മീനച്ചിലാറിന്റെ തീരത്തു നിന്നും നാഥന്റെ പെരുമയുടെ ഈറ്റില്ലമായ തിരുവല്ലയിലേക്ക് ചേക്കേറിയവൻ. കളഭം തൊടുവിട്ട് സ്വീകരിച്ച ശ്രീ വല്ലഭേശ്വരന് അഴകിന്റെ പൂർണ്ണതകളെ ഐശ്വര്യ ശ്രീമാൻ ശ്രീ ഗുരുവായൂരപ്പനോട് അനുവാദവും വാങ്ങി ഹരിലാൽ ഹരിനന്ദനം പടിപ്പുറത്തിന്റെ വഴിപാടായി ശ്രീ ഗുരുവായൂരപ്പന്റെ മതിലകത്തെ ശ്രീയെഴുന്ന ഗജ ചൈതന്യം ഇന്ദ്രജാലക്കാരന്റെ ഇന്ദ്രശക്തിയാർന്ന ചന്തമുള്ള കുമ്പനാണ് മാതംഗരാജൻ നാരായണ പ്രിയൻ ഗുരുവായൂർ ദേവസ്വം ഇന്ദ്രസൻ. തന്റെ പ്രിയ സാരഥിമാരായ പാറശ്ശേരി ശങ്കന്റെയും സന്തോഷിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് നിയോഗത്തിന്റെ വസന്തമായ ആലയടി തമ്പുരാന്റെ മഹോത്സവ പുണ്യം മുതലുവാൻ വന്നു ചേരുകയാണ് ഇന്ദ്രസൻ. അതെ, ഇവൻ സൗന്ദര്യ പെരുമയേറുന്ന നിറയൗവനത്തിൽ ഗുരുവായൂരപ്പനായി നടയിരുത്തപ്പെട്ട കലിയുഗ പുണ്യം. കാലത്തിന്റെ ചൈത്രയാത്രയിൽ നിയോഗങ്ങളുടെ വസന്തം ചൂടി നാരായണന് പ്രിയമായി മാറിയവൻ. വെയ്ത്തിരി നാളങ്ങൾ തെളിയുന്ന ശ്രീലകത്തു നിന്നും വനമാല ചാർത്തി കണ്ണൻ ശ്രീവേളി എഴുന്നള്ളുന്ന ഉത്തമ മസ്തകം. ഏകാദശി വിളക്കിന്റെ പൊൻകാലത്തു നിന്നും ശിരസോളം മറ്റൊരു പീഠമില്ലെന്ന് തെളിയിച്ചവൻ. അതെ, ഉണ്ണിയായും കണ്ണനായും ഓണക്കാർ വർണ്ണനായും ഗുരുവായൂർ വാഴുന്ന നാരായണന്റെ പൊന്നുണ്ടി വരികയാണ്. അഴകിന്റെ പെരുമാളിനോടൊപ്പം അവതാര പ്രേമികളായ യുവരാജാക്കന്മാർക്കൊപ്പം ആന കേരളത്തിന്റെ ഐശ്വര്യ ശ്രീമാൻ ചന്ദ്രശേഖർ നയിക്കുന്ന ഇന്ദ്രനീലം നാരായണ പ്രിയൻ ഗുരുവായൂർ ദേവസ്വം ഇന്ദ്രസൻ. പട്ടാമ്പി പടിഞ്ഞാറേ മഠം മണികണ്ഠൻ. വഴിയും വഴിത്താരകളും ഒരുക്കുന്ന വീരസാരഥി മലമ്പുഴ പ്രസാദിന്റെ കൈയും പിടിച്ചുകൊണ്ടിതാ തെക്കിന്റെ രാജഭൂമിയിലേക്ക് വരികയാണവൻ. മലയാള വനാന്തരത്തിൽ പിറന്ന മലയാള ചട്ടം പിടിച്ച് ചിട്ടകൾ പറഞ്ഞ വേളകളും ഉത്സവങ്ങളും കൂടി ശീലിച്ചവൻ. 4.5 വയസ്സിന്റെ ബാല്യത്തിൽ പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പന്റെ തിരുമുൻപിൽ നടയിരുത്തിയവൻ. കരിമ്പലകൾ കാറ്റിനോട് കഥ പറയുന്ന പട്ടാമ്പി നാടിന്റെ പത്തരമാറ്റുള്ള കൊമ്പൻ. മലബാറിന്റെയും മലബാർ ദേവസ്വം ബോർഡിന്റെയും മാനസപുത്രൻ ഗജരാജൻ പട്ടാമ്പി മണികണ്ഠൻ. ആനയടിപ്പൂരത്തിൻ്റെ ഈ മനോഹരമായ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതൊന്നും മറക്കണ്ട. അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്.